പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓണത്തിന് പ്രഥമനും പാലടയും ഒന്നും ഉണ്ടാക്കി സമയം കളയണ്ട. സദ്യക്ക് വിളമ്പാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലൊരു പഴം വരട്ടുണ്ടാക്കിയാലോ? അധികം പഴുക്കാത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിത് പായസമാക്കി കഴിക്കാനാണെങ്കിലും വരട്ടി കഴിക്കാനാണെങ്കിലും നല്ല സ്വാദാണ്. പഴത്തിൻ്റെ തൊലി ഇതുപോലെ കറുത്താലേ കഴിക്കാൻ മടിയുള്ളവരുണ്ട്. ഈ ഒരു രീതിയിൽ വരട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. 2-3 കഷ്ണമായിട്ട് മുറിച്ച് അങ്ങനെയും ചെയ്യാം. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത്. 2 പഴവും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു 100 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചുരുക്കരുത്. ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഉരുക്കിയെടുക്കാൻ. ഇനി ഒരു ഉരുളി വെച്ച് ചൂടായി വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതൊന്ന് ചൂടായതിന് ശേഷം നുറുക്കി വെച്ചിരിക്കുന്ന പഴവും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വരണ്ടു വരണം. ഒരുപാട് ഇളക്കി പൊടിച്ച് കളയരുത്. വരണ്ട് വന്നതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ്. തേങ്ങ 2 മിനിറ്റ് ഒന്ന് നെയ്യിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റി കുറുകി വരണം. ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ കട്ടിപ്പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുറച്ച് വരട്ടിയെടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് പാലൊഴിക്കുന്നത്. കുറച്ചുകൂടി ലൂസായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിരക്കിലാണെന്നറിയാം. എന്നാലും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.